തമിഴ്, തെലുങ്ക്, ഹിന്ദി സിനിമകളിലായി തൻ്റെതായ സ്ഥാനം കെട്ടിപ്പടുത്തതോടെ കമൽ ഹാസന്റെ മകൾ എന്നറിയപ്പെടുന്നതിൽ നിന്ന് പുറത്തേക്കെത്തിയ താരമാണ് ശ്രുതി ഹാസൻ. പക്ഷേ കരിയറിൽ മാത്രമല്ല, വ്യക്തിപരമായ ജീവിതത്തിലും ഓരോ ഘട്ടങ്ങളിലും ശ്രുതി സ്ഥിരമായി ചർച്ചയിലാകാറുണ്ട്. ഏറെക്കാലം ഡൂഡിൽ ആർട്ടിസ്റ്റായ ശാന്തനു ഹസാരികയുമായി പ്രണയത്തിലായിരുന്ന ശ്രുതി അടുത്തിടെ അവനെ വിട്ട് മുന്നോട്ടു പോയതായി ഔദ്യോഗികമായി അറിയിച്ചു. 2024 മാർച്ചിലാണ് ഇവർ തമ്മിലുള്ള അകൽച്ച പിൻവാങ്ങലായി മാറിയത്. സോഷ്യൽ മീഡിയയിലൂടെ താൻ സിംഗിളാണെന്ന സന്ദേശം പങ്കുവച്ചതോടെ ആരാധകർ കാത്തിരുന്നൊരു വാർത്തയായി ഇത് മാറുകയായിരുന്നു. അടുത്തതായി ശ്രദ്ധിക്കപ്പെട്ടത് ഒരു പുതുമുഖ യുവാവിനൊപ്പമുള്ള ശ്രുതിയുടെ ചിത്രമാണ്. റെഡിറ്റിലടക്കം ഇത് സംബന്ധിച്ച ചർച്ചകൾ ചൂടേറിയിരിക്കുന്നു. ആ വ്യക്തി ആരാണെന്നും ഇവർ തമ്മിലുള്ള ബന്ധം സീരിയസ് ആണോ എന്നും ആരാധകർ സൂക്ഷ്മമായി നിരീക്ഷിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിലർ സോഷ്യൽ മീഡിയയിൽ പോലും കമന്റുകൾ പോസ്റ്റ് ചെയ്തത് ശ്രുതിയുടെ സെലക്ഷൻ എപ്പോഴും മോശമാണെന്നാണ്. നാളെ സംഭവിക്കാവുന്ന ഗോസിപ്പുകൾക്കിടയിലും ശ്രുതി ഒരു കാര്യവും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. ശാന്തനുവുമായി എന്തുകൊണ്ട് പിരിഞ്ഞുവെന്ന കാര്യത്തിൽ പോലും നടി തനിക്കുള്ള അവകാശം സംരക്ഷിച്ചാണ് മുന്നോട്ടു പോകുന്നത്. അതേസമയം മുമ്പ് നൽകിയ അഭിമുഖങ്ങളിലൊന്നിൽ ശാന്തനുവിനെ കുറിച്ച് ശ്രുതി പറഞ്ഞതിതാണ്: ശാന്തനുവും ഞാനും കലയുടെ വില മനസ്സിലാക്കുന്നവർ കൂടിയാണ്. അതുപോലെ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നെ ശക്തയാക്കിയിരിക്കുന്നു. വിവാഹം സംബന്ധിച്ചുള്ള അവരുടെ അഭിപ്രായം കുറച്ചു കാലമായി തന്നെ നടി തുറന്നു പറഞ്ഞിരുന്നു. വിവാഹം എന്നത് എനിക്കൊരു ഭയം തന്നെയാണ്. അതിനേക്കാൾ ഗൗരവമേറിയൊരു കാര്യവുമില്ലെന്നാണ് അവർ തുറന്നു പറഞ്ഞത്. അതിനാൽ തന്നെ പ്രണയം സ്നേഹത്തോടെ സ്വീകരിച്ചില്ലെങ്കിലും വിവാഹത്തെക്കുറിച്ചുള്ള നിലപാട് ഇപ്പോഴും മുൻപത്തെ പോലെ തന്നെ കരുതലോടെയാണെന്ന് മനസ്സിലാക്കാം. അവസാനമായി ശ്രുതി ഹാസനെ സലാർ എന്ന തെലുങ്ക് ചിത്രത്തിലാണ് ആരാധകർ കണ്ടത്. സിനിമയോടൊപ്പം മ്യൂസിക് കരിയറിനും ശ്രുതി തുല്യമായി പ്രാധാന്യം നൽകുന്നു. ഇപ്പോൾ ചോദ്യം ഇത് തന്നെയാണ്: ശാന്തനുവിനെ വിട്ട ശേഷം ശ്രുതി ഹാസന് വീണ്ടും ഒരു പുതിയ പ്രണയമോ, അല്ലെങ്കിൽ അത് വെറും അഭ്യൂഹമാണോ? ആരാധകരും സോഷ്യൽ മീഡിയയുമാണ് ഇതിനൊക്കെ ഉത്തരം തേടുന്നത്.